ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഇതുപോലെ ഫാബ്രിക് ബാഗ് ഒത്തിരി കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഫാബ്രിക് ബാഗ് നമ്മുടെ അടുക്കളയിലും വീട്ടിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഒരു ഫാബ്രിക് ബാഗ് എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫാബ്രിക് ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫാബ്രിക് ബാഗ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബാഗാണ്. ഇതിന്റെ ഈ ഒരു ഹാൻഡിൽ വരുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ഒരു പ്ലാസ്റ്റിക് ബാഗ് നമുക്ക് നമ്മുടെ എടുത്ത ഫാബ്രിക് ബാഗിന്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെയായത് ഈ ഒരു ഫാബ്രിക് കവറിന്റെ ഉള്ളിലായിട്ട് പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കാനുള്ള നല്ലൊരു ഡ്രൈ മാറ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ അടുക്കളയിലെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കഴുകിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിലായിട്ട് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഈ ഒരു ഫാബ്രിക് ബാഗിലോട്ട് പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. അതായത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഡയറക്റ്റ് ആയിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനോട് ആ പാത്രങ്ങളുടെ വെള്ളമൊക്കെ വീണിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ടാവും. എപ്പോഴും നമ്മൾ കൗണ്ടർ ടോപ്പ് തുടച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫാബ്രിക് ബാഗിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ ആ ഒരു ബാഗിന്റെ മുകളിലായിട്ട് തന്നെ വീണോളും. പിന്നെ ഈ ഒരു ഫാബ്രിക് ബാഗിന്റെ ഉള്ളിലായിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ അടിഭാഗം നനയുന്നുള്ള പേടിയും വേണ്ട. ഇനി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു ഫാബ്രിക് ബാഗ് വൃത്തികേടാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു ഫാബ്രിക് ബാഗ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു 5-6 സെന്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇതുപോലെ ഈ ഒരു കവർ മുഴുവനായിട്ട് വരഞ്ഞു കൊടുക്കണം. പിന്നെ കറക്റ്റ് ആയിട്ട് അളവെടുത്ത് വരക്കണം എന്നില്ല, ഏകദേശം ഒരു 5-6 സെന്റിമീറ്റർ ഗ്യാപ്പ് വേണം കേട്ടോ. അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കവറിന്റെ ഏകദേശം ഒരു സെന്റർ ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ സെന്റർ ഭാഗത്തും ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വരഞ്ഞ രീതിയിൽ തന്നെ നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. ഇപ്പൊ ഞാൻ മെഷീനിൽ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തയ്ച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വരഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ തയ്ച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലൊരു ഹാങ്ങർ ആണ്. ഹാങ്ങർ അത്യാവശ്യം ബലമുള്ള, അതായത് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത്. ഇനി ഈ ഒരു ഹാങ്ങർ നമ്മൾ തയ്ച്ചു വെച്ച ആ ഒരു ഫാബ്രിക് ബാഗിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോ ഫ്രണ്ട് ഭാഗമാണ്. ബാക്ക് ഭാഗത്താണ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. അതായത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇത് പെട്ടെന്ന് തയ്ച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം ഇത് മൊത്തത്തിൽ ക്ലോസ് ആയി കിടക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കത്രിക വെച്ചിട്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചതിന്റെ അടിഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചതിന് ശേഷം ഒരു തുളയുണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു കവറിന്റെ ഒരു ലെയർ മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഈ ഒരു ഫ്രണ്ടിലുള്ള ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അടിഭാഗം കട്ടാകാൻ പാടില്ല. ഇതുപോലെ ഒരു പോക്കറ്റിന്റെ ഷേപ്പിലോട്ട് നമുക്ക് കിട്ടണം കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ തയ്ച്ച അത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാന്ന് മാത്രം. അങ്ങനെയായിട്ട് ഈ ഒരു കവറിന്റെ മുകൾ ഭാഗത്ത് മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ തയ്ച്ചു കൊടുത്ത ആ ഒരു സ്റ്റിച്ചിന്റെ അടിഭാഗത്ത് വരുന്ന രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു തയ്ച്ചതിന്റെ അടിഭാഗത്തായിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് അടിഭാഗം മുറിഞ്ഞു പോകാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പൊ ഇത് നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടില്ലേ, നല്ല ചെറിയ ചെറിയ പോക്കറ്റുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അടുക്കളയുടെയോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിന്റെ ഒക്കെ ചുമരിലായിട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ അടുക്കളയിൽ ഇതുപോലെ തവികളും സ്പൂണുകളൊക്കെ ഒത്തിരി ഉണ്ടാവും അല്ലെ. അതായത് ഡെയിലി യൂസ് ചെയ്യാത്തതും ഉണ്ടാവും, പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്നതും ഉണ്ടാവും. ചെറിയ അടുക്കളയൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുക്കളയുടെ കൗണ്ടർ ടോപ്പും ചെറുതായിരിക്കും.
അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയുടെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് സ്പൂൺ ഹോൾഡറൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ സ്ഥലം തികയാതെ വരികയും ചെയ്യും. അങ്ങനെ അത്തരം സന്ദർഭങ്ങളിലും എന്നാൽ ചിലവർക്കാണെങ്കിൽ ഒത്തിരി സ്പൂണും തവിയൊക്കെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവും. എന്നാൽ അതിൽ ചിലത് മാത്രമേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാത്തതും ഇനിയിപ്പം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന തവികളാണ് അതുപോലെ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ഇട്ടുവെക്കാനുള്ള നല്ലൊരു ഓർഗനൈസറാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ എന്റെ ചുമരിലായിട്ട് ഇതുപോലെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഓരോ പോക്കറ്റിലായിട്ട്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഓരോ പോക്കറ്റിലായിട്ട് നമുക്ക് നമ്മുടെ തവികളായാലും സ്പൂണുകളായാലും ഫോർക്കുകളായാലും ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ്. അങ്ങനെ എന്റെ സ്പൂണുകളും ഫോർക്കുകളും പിന്നെ അതുപോലെ തന്നെ തവികളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിലോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കത്രികയും കത്തിയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, അതുകൊണ്ടാണ് കത്രിയും കത്തിയൊക്കെ വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലോട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ഒരു കാര്യത്തിലോട്ട് മാത്രം നോക്കിയാൽ മതി. വേറെ നമ്മൾ സ്പൂണുകളോ ഫോർക്കുകളോ ഒന്നും തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത കാര്യങ്ങളൊക്കെ, അതായത് സ്പൂണായാലും ഫോർക്കായാലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ റൂമിലായാലും ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ സ്റ്റോർ റൂം ഒക്കെ ചെറുതാണെങ്കിൽ പോലും ഇതുപോലെ ചുമരിലായിട്ട് ഹാങ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും സ്പേസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ സ്പൂണും ഫോർക്കും ഒക്കെയാണ് നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോക്കറ്റിൽ തന്നെ 6-7 സ്പൂണൊക്കെ കൊള്ളിക്കാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒത്തിരിയധികം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ കത്തിയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ടൈമിൽ ഇതുപോലെ ഹാൻഡിലുള്ള ഭാഗം താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ, അതായത് പോക്കറ്റിനുള്ളിലോട്ട് വരുന്ന രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ. അതായത് ഈ ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഭാഗം ഈ ഒരു ഫാബ്രിക്കിലോട്ട് തട്ടിയിട്ട് പെട്ടെന്ന് കീറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് പറ്റും. നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു നൈഫൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇനി ഈ ഒരു ഓർഗനൈസർ തന്നെ നമുക്ക് വേറൊരു രീതിയിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു പോക്കറ്റ് നമുക്ക് ചെറുതാക്കി എടുക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ എന്താ മുകളിലത്തെ ഭാഗത്തായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ മൊത്തത്തിലായിട്ടും ഇതുപോലെ വരഞ്ഞു കൊടുക്കാതെ 3 കള്ളി മാത്രമാണ് ഞാൻ ഇതുപോലെ ചെറുതാക്കി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വരച്ച അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കത്രി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തയ്ച്ചതിന്റെ അടിഭാഗത്തായിരിക്കണം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയത് വലിയ വലിയ പോക്കറ്റുകളായിരുന്നു, ഇതിപ്പോ ചെറിയ ചെറിയ പോക്കറ്റുകളാണ് കേട്ടോ. അപ്പൊ ഞാനിത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ എന്താ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ പോക്കറ്റുകളാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ പോക്കറ്റുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ രീതിയിൽ തയ്ക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഒത്തിരി ഇതുപോലുള്ള നൂലൊക്കെ കാണും അല്ലെ. അപ്പൊ ഈ ഒരു നൂലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു നൂലൊക്കെ വലിഞ്ഞിട്ട് ആകെ മൊത്തം വൃത്തികേടായ അവസ്ഥയായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്നെടുത്ത് നൂലൊക്കെ യൂസ് ചെയ്യാനും പറ്റില്ല. അത് മാത്രമല്ല നൂലൊക്കെ ഒത്തിരി വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നല്ലൊരു ഓർഗനൈസർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഓർഗനൈസർ ഇതുപോലെ ചുമരിലൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ തയ്യൽ മെഷീൻ്റെ അടുത്തായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഓരോ പോക്കറ്റിലായിട്ട് നമുക്ക് ഇതുപോലെ 2-3 നൂല് അടുക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ കയ്യിൽ എത്രയൊക്കെ നൂലാണുള്ളത് അതൊക്കെ നമുക്ക് ഇതിലോട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എന്താ എൻ്റെ കയ്യിലുള്ള എല്ലാ നൂലും ഇതിലോട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ കയ്യിലെ നൂലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്തൊക്കെ നൂല് തെരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതാണോ നൂല് ആവശ്യമുള്ളത് ആ ഒരു കളർ ഇതിലോട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലുള്ള വലിയ പോക്കറ്റിലായിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കത്രികയും പിന്നെ അതുപോലെ തന്നെ സ്കെയിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഓർഗനൈസർ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒന്നും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരില്ല. ഇതുപോലെ ഒറ്റ സ്ഥലത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. മാത്രമല്ല നൂലൊക്കെ കെട്ടുപണഞ്ഞ് നൂലൊക്കെ വേസ്റ്റ് ആകുന്നത് തടയാനായിട്ടും ഈ ഒരു ഓർഗനൈസർ ബെസ്റ്റ് ആണ്. ഇതുപോലെ ഓർഗനൈസർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.